മഴ തോരും മുൻപേ എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ചലിലെ വീട്ടിൽ പോയി സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയെ കാണാൻ അലീന അനുവാദം ചോദിച്ചപ്പോൾ സ്റ്റാൻലി പതിവുപോലെ ആദ്യം എതിർത്തു. ഒരു തവണ പോയി കൊതി തീർന്നതല്ലേ, അന്ന് കാറിടിപ്പിച്ച് ഹോസ്പിറ്റലിൽ കയറ്റിയതേ ഉള്ളൂ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോന്നു, ഇനിയും തല കൊണ്ടുപോയി വെച്ചു കൊടുക്കണോ? സ്റ്റാൻലി അലീനയോട് ചോദിച്ചു. അവിടെ താമസിക്കാനൊന്നും പോവല്ലോ, ഞാൻ ഒറ്റയ്ക്കുമല്ല പോകുന്നത്, വല്യപ്പച്ചനുണ്ട് കൂട്ടിന്. ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പം പോയി കാണേണ്ടതല്ലേ പപ്പ? അലീന ചോദിച്ചു. അപ്പച്ചൻ പോയി കണ്ടതാ. ആ റീത്താമ്മയുടെ വാലിയിരുന്നത് മുഴുവനും കേട്ടിട്ട് അഞ്ജലിയിൽ നിന്ന് പുനലൂർക്ക് വണ്ടി കയറിയത്. ഇവിടുത്തെ ബൈജു ഉണ്ടായിരുന്നു കൂടെ. ഇല്ലെങ്കിൽ നീ അപ്പച്ചനോട് ചോദിച്ചു നോക്ക്, നേരാണോന്ന്. വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു. എന്നാലും പപ്പ ഒന്നും പോയി കണ്ടില്ലല്ലോ. പപ്പയുടെ 3 മക്കളെ പ്രസവിച്ച സ്ത്രീയല്ലേ. ആര് പറഞ്ഞു പോയില്ലെന്ന്? ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ പോയി കണ്ടു. പപ്പ എൻ്റെ അടുത്ത് അതൊന്നും പറഞ്ഞില്ലല്ലോ. നീ അപ്പോഴൊക്കെ ആ മേനോൻ്റെ വീട്ടിലല്ലായിരുന്നു. എന്നാലും ഫോൺ വിളിച്ചപ്പോൾ പറയായിരുന്നില്ലേ? അത് ഇത്രയ്ക്ക് പറയാനെന്തിരിക്കുന്നു? പപ്പ ആൻറ്റിയോട് സംസാരിച്ചോ? ഞാൻ ചെല്ലുമ്പോൾ അവൾ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. വീഴ്ചയിൽ നട്ടെല്ലിനാണ് പരിക്കേറ്റത്. എഴുന്നേൽക്കാനും മിണ്ടാനും ഒന്നും വയ്യ പപ്പ? അലീന ആശങ്കയോട് ചോദിച്ചു. ഞാൻ ചെന്ന് കാണുമ്പോൾ അതാണ് അവസ്ഥ. പിന്നെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പപ്പ പിന്നീട് അന്വേഷിച്ചതേയില്ല. ഞാനന്ന് ചെന്നപ്പോൾ ചേച്ചിയും ആങ്ങളമാരും ചുറ്റിലുണ്ടായിരുന്നു. ഇയാൾക്ക് ഇവിടെ എന്ത് കാര്യം എന്ന മട്ടിലാണ് അവരെന്നെ നോക്കിയത്. എനിക്കവിടെ ഒന്നും ചെയ്യാനുമില്ലായിരുന്നു. പണം എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തേക്കാൻ ഞാൻ ഓഫീസിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി നീ വന്നിട്ട് കൈകാര്യം ചെയ്യട്ടെ എന്ന് കരുതി. അതിനും കൂടി വേണ്ടിയാ ഞാൻ അവിടം വരെ പോകാമെന്ന് പറഞ്ഞത്. അത് പപ്പയ്ക്ക് സമ്മതമല്ല. ബോധമില്ലാത്ത കൂട്ടരാ, മനുഷ്യവർഗത്തിൽ പെട്ടതാണെന്നേ ഉള്ളൂ. എന്നെ അവർക്ക് കടിച്ചു കയറാൻ കിട്ടുന്നില്ല. നിന്നെ കാണുമ്പോൾ ആദേശം കൂടി നിൻ്റെ അടുത്ത് കാണിക്കും. അലീനയുടെ ചോദ്യത്തിന് മറുപടിയായി സ്റ്റാൻലി പറഞ്ഞു. ഇനി അവിടെ കാറൊന്നുമില്ലല്ലോ എന്നെ ഇടിക്കാൻ. അവർ വെട്ടുപോത്തിനെ വാങ്ങിച്ച് നിർത്തിയിട്ടുണ്ടാവും. കയറഴിച്ച് വിട്ടാൽ മതിയല്ലോ, പോലീസിനെ പേടിക്കുകയും വേണ്ട. സ്റ്റാൻലി ദേഷ്യത്തിലാണ് പറഞ്ഞെങ്കിലും അലീനയ്ക്ക് അത് കേട്ട് ചിരി വന്നു. ഈ പപ്പായുടെ ചിലപ്പഴുത്ത വർത്തമാനം. ഞാനും വല്യപ്പച്ചനും കൂടി ഓടിപ്പോയിട്ടിങ്ങ് വരാം. ഹോസ്പിറ്റലിലാവുമ്പോൾ ഒന്നും പേടിക്കാനില്ലല്ലോ, അലീന പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് പോയെന്നാണ് കേട്ടത്, ശരിയാണോന്നറിയില്ല. ഞങ്ങളൊന്ന് പോയിട്ട് വരാം പപ്പ, ബൈജു ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ. അതുപോരെങ്കിൽ പപ്പയുടെ 1-2 ബോഡി ഗാർഡിനെ കൂടി വിട്ടു തന്നേക്ക്. 2 കൂറ്റൻ ജർമ്മൻ ഷെപ്പേർഡുകളാണ് സ്റ്റാൻലിയുടെ സന്തത സഹചാരികൾ. ഒടുവിൽ സ്റ്റാൻലി മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. ബബിതയെ കൊണ്ടുപോകുന്നുണ്ടോ? സ്റ്റാൻലി ചോദിച്ചു. അവളും പോരട്ടെ. അവർ ചീത്ത വിളിച്ചുകൊണ്ട് വഴിക്കിന് വന്നാൽ എന്ത് ചെയ്യും? വെറുതെ എന്തിനാ ആ കുട്ടിയെ പേടിപ്പിക്കുന്നത്? ഞങ്ങൾ പോകുമ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്കായി പോകില്ലേ പപ്പ? ഒറ്റയ്ക്കാണോ? ഞാനില്ലേ? അലീന പപ്പയെ സൂക്ഷിച്ചു നോക്കി. അല്ലെങ്കിൽ ആൻ്റപ്പനില്ലേ, പൗലോസില്ലേ? സ്റ്റാൻലി തിരുത്തി. അത് ആലോചിക്കാവുന്ന കാര്യമാണ്, അലീന പറഞ്ഞു. പക്ഷെ ബബിതയോട് പറഞ്ഞപ്പോൾ അവളും അലീനയുടെ കൂടെ പോകണമെന്ന് ശടിച്ചു. കൊച്ചെ പറയുന്നത് കേൾക്ക്. അത് കുട്ടി ചായൻ സ്നേഹരൂപേണ ഉപദേശിച്ചു. കഴിഞ്ഞ തവണ ഇവളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. വല്ല ചീത്തവിളിയും വഴക്കുമുണ്ടായ മോളത് കണ്ട് പേടിച്ചു പോകും. ഇവൾക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരാൾ കൊല്ലാൻ വന്നാലും ഇവളങ്ങ് നിന്നു കൊടുക്കും. ഞങ്ങൾ പോയാൽ 2-3 മണിക്കൂറിനകം ഇങ്ങ് തിരിച്ചു വരൂലേ? മുഖം പാതി വീർപ്പിച്ച് പിടിച്ച മട്ടിലാണെങ്കിലും തന്നെ കൂടാതെ പോയിക്കൊള്ളാൻ ബബിത അനുമതി നൽകി. കാറിലായിരുന്നു യാത്ര. അവതക്കുട്ടിച്ചായനും അലീനയും 2 നായ്ക്കളും. ബൈജു ആയിരുന്നു ഡ്രൈവർ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അലീനയുടെ കോൾ വന്നു. അഞ്ജലിയിൽ എത്തിച്ചേർന്നെന്നും കുഴപ്പമൊന്നുമില്ലെന്നും അവൾ സ്റ്റാൻലിയെ വിളിച്ചറിയിച്ചു. ബബിതയും അവൾ വിളിച്ച് സമാധാനിപ്പിച്ചു. ബബിത ഉച്ചവരെ അലീനയുടെ മുറിയിൽ തന്നെ ഇരുന്നു. സമയം പോകാൻ TV ഓൺ ചെയ്തു വെച്ചു. റിമോട്ട് എടുത്ത് കയ്യിൽ പിടിച്ച് ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് ബബിത എഴുന്നേറ്റ് ചെന്ന് ബോൾട്ട് എടുത്ത് വാതിൽ തുറന്നു. വാതിലിനപ്പുറം അലീന ചേച്ചിയുടെ പപ്പ. ബബിതയ്ക്ക് പരിഭ്രമം കയറി. റൂം ലോക്ക് ചെയ്ത് കിടന്ന് ഉറക്കമായിരുന്നോ? സ്റ്റാൻലി ചോദിച്ചു. അല്ല, TV കാണുമായിരുന്നു. അവൾ അകത്തേക്ക് കൈ ചൂണ്ടി. ഊണ് കഴിക്കണ്ടേ? എനിക്ക് വിശക്കുന്നില്ല. ഇവിടെ കൃത്യം 1 മണിക്ക് വിശക്കണം, അതാണ് ഇവിടുത്തെ ചിട്ട. വാ. സ്റ്റാൻലി തിരിഞ്ഞു കിടന്നു. പെട്ടെന്ന് TV ഓഫ് ചെയ്തിട്ട് ബബിത അയാളുടെ പിന്നാലെ പോയി. ഊണുമേശയിൽ പൗലോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി തനിക്ക് ആവശ്യമുള്ള വിളമ്പെടുത്തു. ബബിതയുടെ പ്ലേറ്റിലേക്ക് ചോറിടാൻ ഭാവിച്ചപ്പോൾ അവൾ തടഞ്ഞു. അയ്യോ വേണ്ട, ഞാനെടുത്തോളാം. അവൾ സ്പൂൺ വാങ്ങി വിളമ്പിയെടുത്തു. ഇത്ര കുറച്ച് വെച്ചാൽ മതിയോ? ഇനി ഞാൻ എടുത്തോളാം. വൈജയന്തിയാണ് സംസാരിക്കുന്നത് സ്റ്റാൻലിക്ക് തോന്നി. ശബ്ദവും ടോണും, അവൾ പതിവായി ഉപയോഗിച്ചിരുന്ന വാക്കുകളും. ഭക്ഷണം കഴിക്കുന്നത് മാത്രം അല്പം അലസമായിട്ടാണ്. ഇവിടുത്തെ താമസം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? ഇഷ്ടപ്പെട്ടു, ബബിത മറുപടി പറഞ്ഞു. ഇവിടെ കുറച്ച് ദിവസം താമസിച്ചോ? അലീനയ്ക്കൊരു കൂട്ടായല്ലോ. ബബിത വിസ്മയത്തോടെ സ്റ്റാൻലിയെ നോക്കി. ഊണുമേശയിൽ അധികം സംസാരിക്കാത്ത ആളാണ്. അല്ല, അവൾക്ക് ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ആരുമില്ലാതെ ജീവിച്ചിട്ട് ഓർക്കാപ്പുറത്ത് എല്ലാവരെയും കിട്ടിയപ്പോൾ. ശരിയാ,
ബബിത തലയാട്ടി. ആരെങ്കിലും കിട്ടി അവളെ എന്നെ ഇട്ട് ആ കൂടെ അങ്ങ് പോയി കളയും. അതുകൊണ്ട് അന്ന് ഞാൻ അവളെ ഫോൺ വിളിച്ചപ്പോൾ അവളോട് അത്രയും ദേഷ്യപ്പെട്ടത്. അല്ലാതെ ഇവിടെ ഒരാൾ വന്ന് അവളുടെ കൂടെ താമസിക്കുന്നതിന് എനിക്ക് എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല. ബബിതയ്ക്ക് കാര്യം മനസ്സിലായി. അന്ന് അലീന ചേച്ചിയെ വിളിച്ച് ശോഭിച്ച് സംസാരിച്ച് താനും കൂടി കേട്ടല്ലോ വന്ന ചമ്മൽ കേണലിന് ഇനിയും മാറിയിട്ടില്ല. ബബിതയ്ക്കും സംസാരിക്കാനുള്ള ധൈര്യം കിട്ടി. എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അലീന ചേച്ചിക്ക് പപ്പയോട് ഏറ്റവും കൂടുതൽ സ്നേഹം. അന്ന് അലീന ചേച്ചിയുടെ പപ്പ വഴക്കുണ്ടാക്കിയ ശേഷം മൊബൈലും തലക്കിൽ വെച്ചുകൊണ്ട് ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് ഫോൺ കോള്. അന്നേരത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. സ്റ്റാൻലിയുടെ മൂത്തുണ്ടായ ചിരി അല്പനേരം മായാതെ നിന്നു. എന്നോട് മാത്രമല്ല, നിങ്ങളോടും വലിയ ഇഷ്ടമാണ്. ബബിത ഹോസ്പിറ്റലാണെന്നറിഞ്ഞപ്പോൾ എന്തൊരു വെപ്രാളമായിരുന്നു. ഞാൻ കാറോടിക്കുമ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് കുറ്റം പറയുന്നവർക്ക് അന്ന് സ്പീഡ് പോരാ. ബബിതയുടെ മിഴികളിൽ നനവൂറി. എനിക്കറിയാം, അലീന ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാനന്ന് രക്ഷപ്പെട്ടത്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും. അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. അല്പസമയം എന്തോ ഓർത്തിരുന്നു. ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാം അലീന ചേച്ചിയെ. എന്തെല്ലാം പറഞ്ഞ് നോവിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ കറിപ്പാത്രമൊക്കെ തട്ടിമറിച്ചിടും ഊണുമേശയെന്ന് താഴോട്ട്. അലീന ചേച്ചിക്ക് അറിയാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. എന്നാലും ഒന്നും അറിയാത്ത ഭാഗത്തിൽ അതെല്ലാം തൂത്തുടച്ച് കഴുകി വെടിപ്പാക്കിയിടും. അന്നൊന്നും എനിക്കറിയില്ലല്ലോ എൻ്റെ സ്വന്തം ചേച്ചിയോടെ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന്. ചെറുചിരിയോടെയാണ് ബബിത പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് ഒന്നോ രണ്ടോ കണ്ണീർ കണങ്ങൾ അടർന്നു വീണു. സ്റ്റാൻലി ഒരു നിമിഷം അമ്പരന്ന് നോക്കിയിരുന്നു. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ കഴിഞ്ഞുപോയി, ലീവ് ഇറ്റ്. ബബിത പുറംകൈ കൊണ്ട് കണ്ണു തുടച്ചു. ഊണ് കഴിഞ്ഞ് റൂമിൽ ചെന്ന ഉടനെ അവൾ മൊബൈൽ ഫോൺ എടുത്ത് അലീന ചേച്ചിയെ വിളിച്ചു. അലീന ചേച്ചി, ഞാനിവിടെ ത്രില്ലടിച്ചിരിക്കുക. അലീന ചേച്ചിയുടെ പപ്പ നേരിട്ട് റൂമിൽ വന്ന് എന്നെ ലഞ്ച് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കുറേ വർത്തമാനം പറഞ്ഞു. അതാ എനിക്ക് അതിശയം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പപ്പയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ആരാ മുമ്പിൽ വന്ന് നിലവിളക്ക് കൊളുത്തി വെച്ച പോലെ നിൽക്കണേ? ആരാ? പോ ചേച്ചി, ബബിത പരിഭവിച്ചു. മോളെ, ഞങ്ങൾ വരാൻ അല്പം വൈകും കേട്ടോ. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എല്ലാം തിരിച്ചു വരുമ്പം പറയാം. ഇപ്പം വച്ചോ. ബബിത ഫോൺ വെച്ചിട്ട് ബെഡിൽ നീണ്ടു നിവർന്നു കിടന്നു. ആൻ്റപ്പൻ ചായമായി വന്ന് വാതിൽ മുട്ടിയപ്പോഴേ താൻ മയങ്ങിപ്പോയ കാര്യം അവൾക്ക് മനസ്സിലായുള്ളൂ. ബബിത എഴുന്നേറ്റ് വാതിൽ തുറന്ന് ചായക്കപ്പ് വാങ്ങി. അലീന ചേച്ചിയുടെ പപ്പായ്ക്ക് ചായ കൊടുത്തോ? ആൻ്റപ്പൻ ഒന്നും മൂളി. ബബിത മുറിയിലൂടെ നടന്നുകൊണ്ട് ചായ കുടിച്ചു. അതിനുശേഷം മുറി വിട്ടിറങ്ങി. നീളൻ വരാന്തയിലൂടെ അങ്ങേയറ്റത്ത് പോയി വെറുതെ പുറംകാഴ്ചകൾ കണ്ടു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻ്റപ്പൻ അവളുടെ അടുത്തേക്ക് വന്നു. കേണൽ സാബ് വിളിക്കുന്നു. ബബിത അയാളോടൊപ്പം സിറ്റൗട്ടിന് നേർക്ക് നടന്നുപോയി. തലയിൽ ഒരു തൊപ്പിയും വെച്ച് സ്റ്റാൻലി ഒരു ശിക്കാരിയെ പോലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ തോട്ടത്തിലേക്ക് പോകുന്നു, അയാൾ ബബിതയോട് പറഞ്ഞു. ബബിത ശരിയെന്ന് തലയാട്ടി. എൻ്റെ കൂടെ വരുന്നോ? പോകണോ വേണ്ടയോ എന്ന് ബബിതയൊന്ന് സംശയിച്ചു. ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, വാ. ഞാൻ ഡ്രസ്സ് മാറി വരാം. ഈ ഡ്രസ്സൊക്കെ ധാരാളം മതി. തോട്ടമെന്ന് വെച്ചാൽ വലിയ എസ്റ്റേറ്റും ബംഗ്ലാവും ആയിരക്കണക്കിന് തൊഴിലാളികളൊന്നുമില്ല. കുറച്ച് റബ്ബർ മരങ്ങൾ മാത്രം, നിങ്ങളുടെ പാലായിലുള്ളതുപോലെ, സ്റ്റാൻലി ചെറുചിരിയോടുകൂടി പറഞ്ഞു. അയാൾ ചിരിക്കുന്നത് അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾ സ്റ്റാൻലിയുടെ പിന്നാലെ ജീപ്പിനടുത്തേക്ക് പോയി. സ്റ്റാൻലി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ബബിതയ്ക്ക് കയറാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. കുതിർച്ചുയർന്നിട്ടാണ് ഫുട്ബോർഡ്. സ്റ്റാൻലി കൈയെത്തിച്ച് നീട്ടി അവളുടെ കൈ പിടിച്ച് ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറ്റി. ജീപ്പ് ഓടി തുടങ്ങി. കാറ്റടിച്ച് ബബിതയുടെ മുടിയിഴകൾ പാറിപ്പറന്നു. കുറേ ദൂരം പോയ ശേഷം ജീപ്പ് ടാർ റോഡിൽ നിന്നും ചരൽപാതയിലേക്ക് തിരിഞ്ഞു. ഇനി കയറ്റമാണ്. ഇതാ ഇവിടെ നിന്നാണ് തോട്ടം തുടങ്ങുന്നത്, സ്റ്റാൻലി കൈ ചൂണ്ടിക്കൊണ്ട് ബബിതയോട് പറഞ്ഞു. അവൾ മന്ദഹസിച്ച് തല കുലുക്കി. വൈജയന്തിക്കും ആദ്യകാലങ്ങൾ ഇങ്ങനെയായിരുന്നുവെന്ന് സ്റ്റാൻലി ഓർത്തു. അധികം സംസാരിക്കില്ല. പുഞ്ചിരിക്കലും തലയാട്ടും എല്ലാം സമ്മതമാണ്. അയാൾ ആ പഴയ ഓർമ്മകളിൽ ലയിച്ചു. സ്റ്റാൻലി ചരൽ റോഡിൻ്റെ അരികിലേക്ക് മാറ്റി ജീപ്പ് ഒതുക്കി. എന്നിട്ട് ബബിതയെ നോക്കി. ആകാംക്ഷയോടെ അവളും. ഇതൊരു കുന്നിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ നിന്നാൽ ഏകദേശം തോട്ടം മുഴുവനും കാണാം. സ്റ്റാൻലി ജീപ്പിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങി വാ, അയാൾ ബബിതയെ വിളിച്ചു. ബബിത ഇറങ്ങി. റോഡ് വക്കൽ ചെന്ന് നിന്നുകൊണ്ട് സ്റ്റാൻലി കൈ ചൂണ്ടിക്കാട്ടി. ഇതാ അവിടെ മുതലാണ്. സ്റ്റാൻലി വയൽ കൂടി തോട്ടത്തിൻ്റെ അതിരുകൾ വരച്ചു കാട്ടി. വെറുതെ കാട് പിടിച്ചു കിടന്ന സ്ഥലമാണ്. ആർമിയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ ഈ സ്ഥലം വാങ്ങിച്ച കാലത്ത് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞവരുണ്ട്. കാണാൻ നല്ല രസം. ഇതാ ആ കാണുന്നതാണ് കുളത്തുപ്പുഴ ടൗൺ. ബബിത ചോദിച്ചു. അത് തന്നെ. റോഡിന് താഴെ ഒരു കല്ലുവെട്ടാങ്കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ബബിത കുനിഞ്ഞ് ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. കുട്ടിക്കളി മാറ്റിയിട്ടില്ല അല്ലേ? സ്റ്റാൻലി ചോദിച്ചു. ബബിത ചൂളി. കൈ രണ്ട് പിറകിൽ കെട്ടി. പോകാം, സ്റ്റാൻലി പറഞ്ഞു. ഒരു കല്ല് കൂടി എറിഞ്ഞോട്ടെ? ബബിത ഒരു കള്ളച്ചിരിയോടുകൂടി ചോദിച്ചു. സ്റ്റാൻലി ഒന്ന് മൂളിയിരുത്തി. ബബിത കുനിഞ്ഞൊരു കരിങ്കൽച്ചികളെടുത്ത് വെള്ളത്തിലേക്ക് വീണ്ടും എറിഞ്ഞു. തൃപ്തിയായി. അവൾ ചിരിച്ചുകൊണ്ട് ജീപ്പിനടുത്തേക്ക് നടന്നു. സ്റ്റാൻലി കൗതുകത്തോടുകൂടി അവളെ ശ്രദ്ധിച്ചു. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. മനസ്സിൽ നിന്നും കുസൃതി വിട്ടൊഴിഞ്ഞിട്ടില്ല. തൻ്റെ കൂടെ അവൾ സന്തോഷവതിയാണെന്ന് അയാൾ ആഹ്ലാദിപ്പിച്ചു.
കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇപ്പം കുറേ ക്ലാസ് മിസ്സായില്ലേ? പഠിത്തം ഇനിയും പഠിക്കാമല്ലോ. ബബിത ഡാഷ്ബോർഡ് ഹാൻഡിൽ കൈയോടിച്ചുകൊണ്ട് പറഞ്ഞു. പോയിസൺ എടുത്ത് കഴിച്ചത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ മരുന്നാണെന്നോ മറ്റോ വിചാരിച്ചിട്ട്? ബബിതയുടെ മുഖം വാടി. അബദ്ധമൊന്നുമല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. ബബിത കീഴ്പോട്ട് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. അത്ര വലിയൊരു ഡിപ്രഷൻ വരാൻ എന്താ കാരണം? ആരോടെങ്കിലും വഴക്കിട്ട് വാശി തീർക്കാൻ വേണ്ടിയാണോ? ബബിത മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. ഓക്കെ, ബുദ്ധിമുട്ടി പറയണ്ട. പക്ഷേ അലീനെ പോലെ ഒരു ചേച്ചിയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവളോട് പറഞ്ഞാൽ പോരെ? ബബിത പതിയെ മുഖം തിരിച്ച് സ്റ്റാൻലിയെ നോക്കി. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അലീന ചേച്ചിയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. സ്റ്റാൻലി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓഫീസിലേക്ക് അല്പദൂരം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ജീപ്പ് ചെന്ന് നിൽക്കുമ്പോൾ ഓഫീസ് മാനേജർ സൂപ്പർവൈസറുമായി സംസാരിച്ചുകൊണ്ട് ഓഫീസ് കെട്ടിടത്തിൻ്റെ മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി ജീപ്പ് നിർത്തിയിറങ്ങി. ഓഫീസ് വരാന്തയിൽ നിന്ന ആൾ ഇറങ്ങി വന്ന് ഗുഡ് ഈവനിങ് സാർ എന്ന് പറയുന്നു. ജീപ്പിൽ ബബിത ഇരിക്കുന്നത് കണ്ട് ആകാംക്ഷയോടുകൂടി അയാൾ ചോദിക്കുകയാണ്, ആരാ സാറേ അത്? എൻ്റെ മോളാണെടോ. സ്റ്റാൻലി തിരിഞ്ഞ് ബബിതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ബബിതയുടെ കണ്ണിൽ പെട്ടെന്ന് വെള്ളം നിറഞ്ഞു. ഒരു തേങ്ങൽ തൊണ്ടയിൽ വന്ന് കുരുങ്ങിക്കിടക്കുന്നു. അവൾ പതിയെ ജീപ്പിൽ നിന്ന് ഇറങ്ങി. ആരും കാണാതെ ഒതുക്കത്തിൽ കണ്ണുകളൊപ്പി. എന്നിട്ട് സ്റ്റാൻലി നിൽക്കുന്ന വശത്തേക്ക് ചെന്നു. മാനേജർ അവളെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. വെളുത്തു തുടുത്ത ഒരു പെൺകിടാവ്. അയാൾ ആശ്ചര്യം കൂറി. മുതലാളിക്ക് എവിടുന്ന് കിട്ടുന്നു ഒന്നിനു പുറകെ ഒന്നെന്ന മട്ടിൽ സുന്ദരികളായ പെൺമക്കളെ? സ്റ്റാൻലി ബബിതയും കൂട്ടി ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയി. ചെറിയ ഓഫീസാ? തോട്ടം എന്നൊക്കെ കേട്ടപ്പോൾ ഗംഭീര ഓഫീസ് സെറ്റപ്പ് എല്ലാം കാണുമെന്ന് കരുതിയല്ലേ? സ്റ്റാൻലി ഓഫീസ് ചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞു. ആ, അങ്ങനെയാ വിചാരിച്ചേ, ബബിത പറഞ്ഞു. സ്റ്റാൻലിക്ക് അല്പം ക്ഷീണം തോന്നി. ഈ എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.